പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരം ഖേദകരമായിട്ട് ഉദ്ഘാടനം എന്ന് പറയാം. വളരെ പ്രയാസത്തോടു കൂടിയാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് തന്നെ പറയാൻ വേണ്ടി കഴിയും. സമര സമിതി അംഗങ്ങളെ ഈ സമരത്തിൽ പങ്കെടുത്തുള്ള പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മറ്റ് സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, സങ്കടകരമായിട്ടുള്ള ഒരു സമരമാണ് ഇന്നത്. ഒരു ഓണം ആഘോഷം എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ഒരു പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട് വളരെ സന്തോഷമായിട്ട് എല്ലാവരും ഒരേ രീതിയിൽ മതസൗഹാർദ്ദപരമായിട്ട് ഓണം ആഘോഷിക്കുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. ഏതെല്ലാം രീതിയിൽ ആഘോഷിക്കാൻ പറ്റുമോ അതെല്ലാം തന്നെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം ചെറിയൊരു മങ്ങലേറ്റിട്ടുള്ളത് നമ്മുടെ വയനാട് പ്രശ്നമാണ്. പക്ഷെ എന്നാൽ പോലും ഓരോ ഭാഗങ്ങളിലും ഓണത്തിന്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഈ സമയത്താണ് കക്കോടിയുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഒരു കറുത്ത ദിവസമായിട്ട് ഇന്നത്തെ ദിവസത്തെ കാണുകയും, ഇന്നത്തെ ദിവസം ഒരു വിഭാഗം ആളുകളാണ് സദ്യ ഉണ്ടാക്കുന്നതെങ്കിൽ മറ്റു വിഭാഗത്തിലുള്ള ആളുകൾ ആ വീടുകളിൽ പോയിട്ട് കഴിക്കുകയും, വീടുകളിൽ എത്താൻ കഴിയാത്ത ആളുകൾക്ക് വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കുകയും ചെയ്യുന്ന ഒരു മര്യാദയും ഒരു സംസ്കാരവുമാണ് നമ്മുടെ ആ സംസ്കാരം. സ്വന്തം വീട്ടിൽ പോലും അടുപ്പിൽ തീ കൂട്ടാതെ നമ്മുടെ നാടിനു വേണ്ടി, നാട്ടിലുള്ള ഗതാഗത സൗകര്യത്തിന് വേണ്ടി ഒറ്റപ്പെട്ടു പോകുന്ന ഈ പ്രദേശത്തിന് വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായി നിൽക്കുന്ന ആളുകളായിട്ട് സഹോദരി സഹോദരന്മാർ മാറുകയാണ്. ഓണത്തിന് അന്ന് പട്ടിണി സമരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിത് പുത്തരിയല്ല. കഴിഞ്ഞ ഓണ ദിവസവും ഇതേപോലെ തന്നെ പട്ടിണി സമരം നടത്തിയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ എല്ലാം തന്നെ. ആ വേദന മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കാൻ ആ തിക്കോടിയിലുള്ള അടിപ്പാതയ്ക്ക് ബന്ധപ്പെടാത്ത ഒരാളും ഇല്ല എന്നുള്ളതാണ് എൻ്റെ. ആദ്യം തന്നെ മുഖ്യമന്ത്രിക്കാണ് ഇതിന്റെ നിവേദനം കൊടുത്തുള്ളത്. ആദ്യ സമരം നിങ്ങൾ നടത്തുന്ന സമയത്തും അത് അറിയിച്ചിരുന്നു. ഞാൻ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തു. മുഖ്യമന്ത്രിയോട് ഈ കാര്യമെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി, നമ്മുടെ ജില്ലക്കാരനും കൂടിയായിട്ടുള്ള റിയാസ് മന്ത്രിക്കും ഇത് കൊടുക്കുകയും അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തിൽ തന്നെ ഇത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ MLA എന്നുള്ള രീതിയിൽ MP അറിയിക്കണ്ട എങ്കിൽ പോലും MP-യോടും മുരളീധരൻ MP-യോടും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളിലും നമുക്ക് സമരം ചെയ്തു പോയാൽ റോഡിന്റെ വർക്കും മുന്നോട്ട് പോകില്ല എന്ന് പറയുമ്പോൾ കലക്ടറോട് അടക്കം പറഞ്ഞിട്ടുണ്ട്. റോഡിന്റെ വർക്ക് മാത്രമല്ല, ഗതാഗത സൗകര്യം ഇത്രയും കാലങ്ങളുള്ള ആ ഗതാഗത സൗകര്യങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് മാത്രമേ ഹൈവേയുടെ പണി പൂർത്തിയാകാൻ പാടുള്ളൂ. ഗതാഗതം ഇത്രയും കാലം നമ്മൾ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് പോകേണ്ടിടങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൽ മതിൽ കെട്ടിക്കൊണ്ട് ആ മതിൽ സംരക്ഷിച്ച് ഹൈവേ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രദേശം ഒറ്റപ്പെട്ടു പോകുന്ന രീതിയിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് തിക്കോടിയിലുള്ള ആളുകൾ സമരം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഓരോ പ്രാവശ്യങ്ങളായിട്ട് കലക്ടറുടെ മുമ്പിൽ ഈ മീറ്റിംഗുമായിട്ട് പോകാറുണ്ട്. ഇതിന്റെ ഹൈവേ അതോറിറ്റിയും ഉണ്ടാക്കിയിട്ടുള്ളത് പ്രദേശത്തെ മനസ്സിലാക്കാതെയാണ്. MLA ഓഫീസിൽ എനിക്ക് തോന്നുന്നു 10-11 മീറ്റിങ്ങുകൾ ഇതിനു വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട്. ഓരോ തവണയും അവരോട് ആ ഹൈവേ അതോറിറ്റിയോടും വകാഡിനോടും എല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത് ഒറ്റ കാര്യമാണ്: നിങ്ങൾ ജനങ്ങളെ മനസ്സിലാക്കാതെ പോകരുത്. ജനങ്ങളെ മനസ്സിലാക്കി പ്രദേശവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളത് പഠിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ ഈ വർക്ക് തുടങ്ങാവുള്ളൂ എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഇതേപോലെ 3 ടീമിനെയും വിളിച്ചു മീറ്റിംഗ് MLA ഓഫീസിൽ. എന്നിട്ട് പറഞ്ഞു ഓരോ ഭാഗത്തും എങ്ങനെയാണ് ഇതിന്റെ അണ്ടർപാസ്, ഏത് രീതിയിലാണ് വെള്ളം ഒഴുകാനുള്ള സൗകര്യമുള്ളത്, കൾവർട്ടുള്ളത്, ഈ കാര്യങ്ങളെല്ലാം, ഡ്രൈനേജിന്റെ സിസ്റ്റം എങ്ങനെയാണ്, എവിടെയാണ് വെള്ളം ഒഴുക്കാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്, ആ കാര്യമെല്ലാം തന്നെ എനിക്ക് വ്യക്തമായിട്ട് അറിയണം. സത്യം പറയാലോ, ഇന്ന് വരെ അവര് DPR നമുക്ക് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വളരെ ശക്തമായിട്ട് തന്നെ കലക്ടറോട് പറഞ്ഞു, കലക്ടർ ഇത് ശരിയല്ല, തിക്കോടിയുള്ള സമരം നടക്കുകയാണ്, പല ഭാഗങ്ങളിലും സമരം നടക്കുന്നു, വർക്ക് ഒന്നും ഒരു ദീർഘവീക്ഷണമില്ലാത്ത ഒരു വർക്ക് നടത്തിയിട്ടും കലക്ടറോട് പല പ്രാവശ്യം പറഞ്ഞിട്ടും അതിനുള്ള ഒരു തീരുമാനവുമായിട്ട് ആ തീരുമാനം നിങ്ങൾ എന്നോട് പറയൂ നടപ്പിലാക്കുമെന്ന്. പക്ഷേ നിങ്ങളത് ഇവരോട്, ഈ ഹൈവേ അതോറിറ്റിയും
അതേപോലെ തന്നെ വാഗാട് നടക്കുന്ന വർക്ക് എന്താണ് എന്നുള്ളത് പരിശോധിച്ചിട്ട് വേണം ഇത് നടത്തുവാൻ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് സ്ഥലത്ത് സമരങ്ങൾ നടക്കുകയാണ്. കേരളത്തിൽ ഒട്ടനവധി സമരങ്ങൾ നടത്തുന്നുണ്ട്. അതെല്ലാം തന്നെ കണ്ടുകൊണ്ട് ഹൈവേ വർക്ക് നടത്താൻ പറ്റില്ല നമുക്കെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ജനങ്ങൾക്കൊരു പ്രയാസവും ഉണ്ടാക്കാതെ നിങ്ങൾ കൊണ്ടുപോകണം. അതിന് കൊടുക്കേണ്ട ഭാഗം നിങ്ങൾ അത് പരിശോധിച്ചുകൊണ്ട് ആവശ്യമുള്ള സ്ഥലത്ത് കൊടുക്കണം. അതിന് പ്രയോറിറ്റി ആ സന്ദേശം അറിയിച്ചിട്ടുണ്ട്, ഈ പ്രശ്നം അറിയിച്ചിട്ടുണ്ട്. വളരെ ഗൗരവമായിട്ട് കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു കത്ത് എഴുതിയിട്ടുണ്ട് എന്റെ ലെറ്റർ പാഡിൽ. അതിലും പറഞ്ഞിട്ടുള്ളത് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതാണ്, ഗൗരവമായിട്ട് നടപ്പിലാക്കേണ്ടതാണ്. കോടികൾ ചെലവാകുമെന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. ഒരു പ്രദേശം അതേപോലെ തന്നെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയാണ്. ചിങ്ങപുരം സ്കൂളിലേക്ക്, അതേപോലെ തന്നെ പയ്യോളി ഹൈസ്കൂളിലേക്ക്, ഹയർ സെക്കൻഡറിയിലേക്ക് എല്ലാം തന്നെ പഠിക്കുന്ന കുട്ടികൾ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. കുട്ടികൾക്ക് നടന്നു പോകാൻ സൗകര്യമുള്ള സ്കൂളാണ് ഇതെല്ലാം. നടക്കാനൊന്നും പറ്റാത്ത ഒരു രീതിയിലേക്ക് ഈ കുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ പോലും എത്താൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് ആണ് തിക്കോടിയിലുള്ള ഇപ്പോ ഹൈവേയുടെ വർക്ക് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെ വർക്ക് നടക്കുന്നതിന് മുമ്പ് തന്നെ ഹൈവേയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കണം എന്നുള്ളതാണ് ആ കത്തിലും പറഞ്ഞിട്ടുള്ളത്. ഒരു മറുപടി സ്വാഭാവികമായിട്ടും MLA-മാരെല്ലാം തന്നെ കേന്ദ്രത്തിലേക്ക് ഒരു കത്ത് എഴുതുമ്പോൾ ഏത് ജനപ്രതിനിധിയായാലും അതിന്റെ ഒരു മറുപടി നമുക്ക് കിട്ടാറുണ്ട്. എന്നാൽ ഇത്രയും കത്തെഴുതിയിട്ട് ഒരു മറുപടി തരാത്തതിന്റെ ഒരു വിമർശനം നമുക്കുണ്ട് എന്നുള്ളതാണ്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരിക്കലും നമ്മളെ തിക്കോടിയെ ഒറ്റപ്പെട്ടു പോകാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇത്രയും 2 വർഷത്തോളമായിട്ട് സമരം നടക്കുമ്പോൾ കലക്ടർ അന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നാണോ ഇതിന്റെ വർക്ക് തുടങ്ങുന്നത് 1 മാസം മുമ്പ് അവർക്ക് നോട്ടീസ് കൊടുക്കേണ്ടതാണ് ഈ സമരസമിതിക്ക് എന്ന് പറഞ്ഞു. അതും ശ്രദ്ധിച്ചില്ല. കിരാതമായിട്ടുള്ള ഒരു വേട്ട നടക്കേണ്ടുന്ന ഒരു സ്ഥലമല്ലല്ലോ ഇത്. ആർക്ക്? ഇത് ഗവൺമെന്റിനെതിരായിക്കൊണ്ടാണ്, കേന്ദ്ര ഗവൺമെന്റിന് ഹൈവേ അതോറിറ്റിക്കും എതിരായിട്ട് നടക്കുന്ന ഒരു സമരം മാത്രമായിട്ട് കാണാൻ പറ്റില്ലല്ലോ. ഈ പ്രദേശത്തിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട്, ജാതി മതത്തിന് അതീതമായിക്കൊണ്ട് ഇവിടെയുള്ള ഗതാഗത സൗകര്യം, നടക്കാനുള്ള സ്വാതന്ത്ര്യം അടക്കം വെച്ചുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത് എന്നുള്ളത് കാണേണ്ടതായിരുന്നു. നിങ്ങളുടെ ഈ സമരം നടക്കുമ്പോൾ ഖേദകരമായിട്ട് എന്റെ ഒരു സങ്കടം കൂടി ഞാൻ പറയുകയാണ്. ഞാനിന്ന് ഹോസ്പിറ്റലിലാണ്, എനിക്ക് ബാക്ക് പെയിൻ വന്നു. അതും പറഞ്ഞു, അത് പലരും പറഞ്ഞു നിങ്ങളുടെ ബാക്ക് പെയിൻ വന്നത് നിങ്ങളുടെ റോഡുമ കൂടി പോയിട്ടാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനും സമ്മതിക്കാം, ഹൈവേയുടെ വർക്ക് നടക്കുന്ന ഈ സമയത്ത് ഓരോ ഭാഗത്ത് നമ്മൾ പോകുമ്പോഴും നമുക്കറിയാവുന്നതാണ്, കുണ്ടും കുഴിയും നിറഞ്ഞ റോഡാണ്. ഞാനൊന്നും സഞ്ചരിക്കുന്ന സമയപരിധി ഇല്ലാതെ സഞ്ചരിക്കുന്ന ആളാ. ചിലപ്പോ നല്ല സ്പീഡിലൊക്കെ പോകേണ്ടി വരും എത്തേണ്ടടുത്ത് എത്തുന്നത്. അതുകൊണ്ട് എനിക്ക് ബാക്ക് പെയിൻ വല്ലാതെ വന്നു. 2 മാസത്തോളം ഞാനത് കൊണ്ടു നടന്നു. പക്ഷെ പിന്നീട് എനിക്ക് ഹോസ്പിറ്റലിൽ എത്താത്ത വഴിയില്ലായിരുന്നു. നിന്നടുത്തായി പോയി. ബാത്റൂമിൽ പോകാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയിൽ ഞാൻ നീര് വന്ന് നിന്ന് പോയപ്പോ ഞാൻ വീട്ടിൽ നിന്നും വല്ലാത്ത നിർബന്ധം, ഇതെന്താ കഥ, ഇങ്ങനെ പോകാൻ പറ്റുമോ ഹോസ്പിറ്റലിൽ? ഒരു ഡോക്ടറെ ഒന്ന് കാണിച്ചൊരു ഒഴിച്ചൽ നടത്താം. അലോപ്പതി ഇടയ്ക്ക് വേദന വരുമ്പോ ഹെൽത്ത് സെന്ററിൽ പോയിട്ട് ഓരോ വലിയ ഒഴിച്ചലൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ റൂമിലേക്ക് എത്തിയപ്പോ തന്നെ വിളിക്കേണ്ടവരെ എല്ലാം തന്നെ വിളിച്ചു. അതിനു മുമ്പ് തന്നെ ഇവിടെയുള്ള ഈ പ്രദേശത്ത് കിരാതവേട്ട നടപ്പിലാക്കി എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു സമരത്തെ അടിച്ചമർത്തേണ്ടത് എങ്ങനെയാണ്? അവിടെയുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് ഒരുപക്ഷെ രാഷ്ട്രീയ സമരങ്ങളെല്ലാം തന്നെ ആ രീതിയിലേക്കുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് സംഘർഷഭരിതമാകുന്ന ഒരു സമരമാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. ആ സമരത്തെ പോലീസുകാര് അടിച്ചമർത്തുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു പ്രശ്നവുമില്ലാതെ സമാധാനപരമായിട്ട് ഒരു നാടിന്റെ ആവശ്യത്തിന് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സമരം നടത്തേണ്ടുന്ന ഒരു പ്രദേശത്തെ പന്തല് പൊളിച്ച് അവിടെയുള്ള ആളുകളെ വലിച്ചിഴച്ചു കൊണ്ടുപോയി ദിവസങ്ങളോളം ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിട്ടുള്ള ഈ സമരത്തെ നേരിട്ടതിന്റെ വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധം തന്നെ അറിയിക്കേണ്ട ഭാഗങ്ങളിലെല്ലാം തന്നെ. കഴിഞ്ഞ ദിവസം റിയാസ് മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്, ഇതേപോലെയല്ല പോലീസുകാർ ഇടപെടേണ്ടത്. എന്ത് പ്രശ്നമായിരുന്നു അവിടെ ഉണ്ടായിട്ടുള്ളത്? അവർക്ക് ഈ വർക്ക് നടക്കണമെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ സമരം പൊളിക്കുകയാണെങ്കിൽ, നിങ്ങൾ ആ പന്തൽ പൊളിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ 1 മാസം മുമ്പ് അവിടെയുള്ള സമരക്കാർക്ക് നിങ്ങൾ നോട്ടീസ് കൊടുക്കണം എന്ന് പറഞ്ഞു. അത് ഞാൻ പറയാനുള്ള ഒരു കാരണം എന്തായിരുന്നു? നമുക്കതിന് വേണ്ട കാര്യങ്ങൾ ആദ്യം ചെയ്യണം. അതിനു വേണ്ടിയിട്ടാ. അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ ഒരു ഒരുക്കം പോലും നടക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ രാവിലെ തന്നെ വന്ന് കിരാതമായിട്ടുള്ള രീതിയിൽ വലിച്ചയച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ് മീഡിയ കാണാനും അറിയാനും കഴിഞ്ഞിട്ടുള്ളത്. പങ്കെടുക്കാൻ, അതിലെത്താൻ, ഓടിയെത്താൻ
കഴിയാത്തതിന്റെ പേരിൽ എനിക്കൊരു പ്രയാസമുണ്ടായിരുന്നു. ഞാനാണിപ്പോ ബിജു ഞങ്ങളുടെ സഖാവിനോട് പറഞ്ഞിട്ടുള്ളത്, ഒരു സമരം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവിടെ ഉണ്ടാവും. കാരണം ഇതുപോലെയുള്ള ഒരു പ്രയാസം നേരിടുന്ന ഒരു സ്ഥലത്ത് ജനപ്രതിനിധികൾ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് നിൽക്കേണ്ടത് തന്നെയാണ് എന്നുള്ള ആ രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അറിയിച്ചുകൊണ്ട് ഈ രീതിയിൽ പോലീസുകാർ കിരാതവേട്ട നടത്തിക്കൊണ്ട് ഈ സമരം അടിച്ച് ഇല്ലാതെയാക്കുന്ന ഒരു രീതി അവർക്ക് വേണ്ട എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. അതിന് ഞാൻ നിങ്ങളോടൊപ്പം തന്നെ നിൽക്കും എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത്. ഈ സമരത്തിന് എല്ലാ രീതിയിലേക്കുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു ഗതാഗതം നമുക്കറിയാം. ഇന്ന് വിദ്യാർത്ഥികളെ കാണുമ്പോൾ വലിയ സങ്കടം തോന്നുകയാണ്. ഈ ഓണത്തിന് സ്വന്തം കൂട്ടുകാരോടൊപ്പവും സ്വന്തം വീട്ടിലും വലിയ രീതിയിലേക്കുള്ള ആഘോഷം നടത്തുമ്പോൾ നമ്മുടെ എന്താ പറയാ ഭാവി തലമുറകളായിട്ടുള്ള ഈ മക്കൾ, നമ്മുടെ വിദ്യാർത്ഥികൾ ഇവിടെ സമരത്തിന്റെ പന്തലിൽ കാത്തു നിൽക്കേണ്ടുന്ന ഒരു സ്ഥിതി, ആ സമരത്തിനോടൊപ്പം നിൽക്കേണ്ടുന്ന സ്ഥിതി, അവർക്ക് വിദ്യാലയങ്ങളിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ്. നമുക്കറിയാം, നമ്മൾ ഈ ഹൈവേയെ ഒരു പ്രസ്ഥാനത്തിന്റെ വക്താവല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അഭിമാനത്തോടെ അങ്ങനെ ഒരു അടിപ്പാത കിട്ടിയ ആഹ്ലാദം പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകണമെന്നും, അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ സമരം വളരെ ഗംഭീരമായ ഒരു സമരത്തിലേക്ക് മാറേണ്ടി വരും എന്നുള്ളത് കൊണ്ടും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. അതോടൊപ്പം തന്നെ ഈ വേദിയിലേക്ക് ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി അബ്ദുൾ മജീദ് തന്നെ സ്നേഹപൂർവ്വം ക്ഷണിക്കാം.